എല്ലാവർക്കും നമസ്കാരം. പവി കെയർടേക്കർ ഈ ആഴ്ച തിയേറ്ററിലേക്ക് എത്തിയ സിനിമയാണ്. വിനീത് കുമാറാണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് മേജർ കഥാപാത്രങ്ങൾ എന്ന് പറയാൻ നായകനായിട്ട് എത്തുന്നത് ദിലീപ്, രാധിക ശരത് കുമാർ, ജോണി ആന്റണി, ധർമ്മജൻ ബോൾഗാട്ടി. അതുകൂടാതെ വേറെ കുറേ കാസ്റ്റും എല്ലാവരും ഉണ്ട്. കുറേ പുതിയ നായകന്മാരാണെന്ന് തോന്നുന്നു. പേരൊന്നും നോക്കിയില്ല. പിന്നെ നമുക്ക് അധികം താമസിയാതെ പടത്തിൻ്റെ പ്ലോട്ടിലോട്ട് പോവാം. കൊച്ചിയിലെ ഒരു വലിയ ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ കെയർടേക്കറായിട്ട് ദിലീപ്. അവിടെ ചെറിയൊരു സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന 2-3 പെൺപിള്ളേർ, അവിടെയുള്ള 2-3 ഫ്ലാറ്റിലുള്ള കുറച്ച് ആൾക്കാർ. പിന്നെ ജോണി ആന്റണി ദിലീപിൻ്റെ കൊളീഗായിട്ട് സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നു. ധർമ്മജൻ ബോൽഗാട്ടി ദിലീപിൻ്റെ നാട്ടുകാരനാണ്, ഇടയ്ക്ക് ഡ്രൈവറാണ്. നാട്ടിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുമ്പോൾ ദിലീപിനെ കാണുന്നു, സന്തോഷം പങ്കുവയ്ക്കുന്നു, വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നു. ദിലീപിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ദിലീപ് ഒരു NRI ആണ്. കൊച്ചിയിൽ ഒരു വാടക വീട്ടിൽ താമസിക്കുന്നു. ഈ വീടിൻ്റെ ഓണറാണ് രാധിക ശരത് കുമാർ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. അപ്പോൾ ഇവിടെ ദിലീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു 40s ഒരു പ്രായക്കാരനായിട്ടാണ് അതിനകത്ത് കാണിക്കുന്നത്. കല്യാണം കഴിച്ചിട്ടില്ല, ആരും ഇല്ല, നോ സ്ട്രിങ്സ് അറ്റാച്ച്ഡ്, അങ്ങനെയാണ്. അപ്പോൾ ആളുടേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമോ, കൂട്ടില്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ, അതൊക്കെ ഒരു ഭാഗമായിട്ട് ഈ സിനിമയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ കഥ എന്ന് പറയുമ്പോൾ അപ്പോൾ ദിലീപിന് ഇങ്ങനെ ആരും എന്താ പറയുക, ദിലീപിനെ പരിഗണിക്കാനോ അതേപോലെ തന്നെ ദിലീപിൻ്റെ കാര്യങ്ങൾ നോക്കാനോ ശ്രദ്ധിക്കാനോ ആരും ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് ദിലീപിൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വരികയും ആ പെണ്ണിനെ കണ്ടുമുട്ടാതെ അവർ കുറിപ്പുകളിലൂടെ സംസാരിക്കുകയും അത് ഒരു റിലേഷൻഷിപ്പിലേക്ക് വളരുകയും ചെയ്യുന്നു. അതിനുശേഷം ഈ ദിലീപിനുണ്ടാകുന്നൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ആ കഥയുടെ ക്ലൈമാക്സിലേക്ക് കൊണ്ടെത്തിക്കുന്നതും അവസാനം ഒരു ടെയിൽ എൻഡിൽ ഇതാരാണെന്നും അവരെങ്ങനെ പോകുന്നു എന്നുള്ളതാണ്. ഈ സിനിമയെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ, ഇതിൻ്റെ പ്ലോട്ട് ഇതാണ്. ഇനി ഇതിൻ്റെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു ടിപ്പിക്കൽ ദിലീപ് സിനിമ തന്നെയാണ്. ദിലീപിൻ്റെ എല്ലാ സിനിമകളും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. എല്ലാ സിനിമകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തങ്കമണി ആണെങ്കിലും അതേപോലെ ബാന്ദ്ര, അതൊക്കെ അറിയാലോ എങ്ങനത്തെ സിനിമകളായിരുന്നു എന്നുള്ളത്. പക്ഷേ ഒരു ടിപ്പിക്കൽ കുഞ്ഞിക്കൂനൻ, അതുപോലെ തന്നെ കല്യാണരാമൻ തുടങ്ങിയ രീതികളിൽ വരുന്ന എല്ലാ സിനിമകളും വളരെയധികം എൻജോയ് ചെയ്ത് കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ നോക്കുമ്പോൾ കുറേ നാളുകൾക്ക് ശേഷം വളരെ എന്താ പറയുക, അധികം ഡാർക്ക് കോമഡി ഒന്നും ഇല്ലാത്ത നല്ലൊരു സിനിമയായിട്ട് തന്നെയാണ് എനിക്കിതിനെ തോന്നിയിട്ടുള്ളത്. ഇതിൽ ദിലീപും അതുപോലെ തന്നെ ദിലീപിൻ്റെ ആകെ കൂടെ കൂട്ടായിട്ടുള്ള ബ്രോ എന്ന് പറയുന്ന പട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പും അതുപോലെ തന്നെ ഹൗസ് ഓണറായിട്ടുള്ള രാധിക എന്നിവരായിട്ടുള്ള ഇൻട്രാക്ഷൻസും എല്ലാം വളരെ മനോഹരമായി തന്നെ ഈ സിനിമയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് അവിടെ ഇവിടെ ലാഗ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ഇമോഷണൽ സീൻസ് കാണിക്കുമ്പോൾ നമുക്ക് ഇമോഷൻസ് അധികം ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. അവിടെയൊക്കെ നമുക്ക് കുറച്ച് ക്രിഞ്ചടിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പഴയ ടൈപ്പ് ഒരു 90s അല്ലെങ്കിൽ 2000 കാലഘട്ടങ്ങളിലൊക്കെ വന്നിരുന്ന ദിലീപ് സിനിമകളോട് സാമ്യമുള്ള അതേ സിനിമയാണ്. നിരൂപകര് അതേപോലെ നമ്മുടെ റിവ്യൂ പറയുന്ന ചേട്ടന്മാരൊക്കെ പറയുന്നത് പോലെ അത് ഓർമ്മ വന്നു, ഇത് ഓർമ്മ വന്നു, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ എല്ലാവർക്കും പറയാം. എനിക്ക് തോന്നുന്ന സിനിമകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏത് സിനിമ എടുത്താലും ഒരു പുതിയ കഥ എന്ന് പറയാനുള്ളത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ 2-3 സീക്വൻസുകളെയും ഏതെങ്കിലും ഒരു പഴയ സിനിമയായിട്ടോ അല്ലെങ്കിൽ അന്യഭാഷ ചിത്രമായിട്ടോ നമുക്ക് എപ്പോഴും കമ്പാരിസൺ ഉണ്ടായിരിക്കുന്ന കാലഘട്ടമാണിത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്ന് ലോകത്തുള്ള എല്ലാ സിനിമകളും ലോക സിനിമകൾ കാണാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ പുതിയ കഥകൾ വരുമ്പോഴും അതിലെ ഓരോ സീൻസും ചിലപ്പോൾ ഇത് അവിടെ കണ്ടിട്ടുള്ളതല്ല ഇവിടെ കണ്ടിട്ടുള്ളതല്ല അങ്ങനെയൊക്കെ ഓർമ്മ വരാം. പക്ഷെ അങ്ങനെയൊന്നും ചിന്തകളില്ലാതെ ഈ സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ കോമഡീസൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഒരു എന്താ പറയുക, പറക്കും തളികയിലെ ഒരു സീക്വൻസ് പോലത്തെയുള്ള കോമഡി, ഒരു മരപ്പെട്ടീനെ പിടിക്കുന്ന സീൻസൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പല ഡയലോഗുകളും പഴയ സിനിമകളോട് സാമ്യമുള്ളതാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിലും നമുക്കത് എൻജോയ് ചെയ്യുന്നതിന്, അതിന് ആസ്വാദനത്തിന് ഒരു കുറവും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ കണ്ടുപിടിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ കുറേ അത് ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവരും ഫൈനലി പറയുന്നത് ഒരു എബോവ് ആവറേജ് സിനിമ എന്നുള്ളത് തന്നെയാണ്. ഒരു ടിപ്പിക്കൽ ജനനായകൻ്റെ സിനിമ തന്നെയാണ്. അപ്പോൾ എല്ലാവരും കാണുക, കണ്ടിട്ടുള്ളവർ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം.